ഞാൻ ഫസ്റ്റ് കർട്ടൻ ഫ്ലാഷ് സിങ്കിങ്ങും പറഞ്ഞു, സെക്കൻഡ് കർട്ടൻ ഫ്ലാഷ് സിങ്കിങ്ങും പറഞ്ഞു. ഇനി നമ്മുടെ ഫ്ലാഷിന് അതിനോട് ഫയർ ചെയ്യാൻ വേണ്ടി ക്യാമറ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു നിശ്ചിത സമയം കൊണ്ട് മാത്രമേ ആ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലൂടെ ഈ കമാൻഡ് പോയിട്ട് ബൾബിനകത്ത് വൈദ്യുതി എത്തി അത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അതിനൊരു നിശ്ചിത ടൈം വേണം, ഒരു ടൈം ഡിലേ ഉണ്ട് അതിന്. ആ ടൈം ഡിലേ നമ്മൾ പറയുന്ന പേരാണ് സിങ്ക് സ്പീഡ് എന്ന്. ഇപ്പം നമ്മൾ ഫസ്റ്റ് കർട്ടനിൽ ഫ്ലാഷ് ഫസ്റ്റ് കർട്ടൻ സിങ്ക് ചെയ്തു. ഓക്കെ, ആ ഫസ്റ്റ് കർട്ടൻ അനങ്ങുമ്പോൾ തന്നെ ഫ്ലാഷിനോട് ലൈറ്റ് അടിക്കാൻ പറയും. ഫ്ലാഷ് അപ്പോൾ ആ കമാൻഡ് കിട്ടി അത് എക്സിക്യൂട്ട് ചെയ്ത് ലൈറ്റായിട്ട് പുറത്ത് വരുമ്പോഴത്തേനും ഏകദേശം ഒരു സെക്കൻഡിന് വളരെ ചെറിയൊരു സമയം അവിടെ ഡിലേ വരും. അപ്പോൾ നമ്മൾ ഈ സിങ്ക് സ്പീഡ് എന്ന് പറയുന്നത് ഇന്ന് വരുന്ന ക്യാമറകളിൽ 1/250 ആണ്. ഇതുവരെ മുൻപൊക്കെ വന്നുകൊണ്ടിരുന്ന ക്യാമറകളിൽ 1/200 ആണ്. അതായത് ഒരു സെക്കൻഡിൻ്റെ 200 സമയം കൊണ്ട് മാത്രമേ ആ ഫ്ലാഷിന് ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ലൈറ്റായിട്ട് പുറത്തെത്തിക്കാൻ പറ്റുള്ളൂ. അത്രയും സമയം, ഒരു സെക്കൻഡിൻ്റെ 200 സമയം അതിനാവശ്യമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കർട്ടൻ ഫ്ലാഷ് ആണ് എനേബിൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഷട്ടർ ഓപ്പൺ ആവുന്ന മൊമെന്റിൽ തന്നെ ക്യാമറ ഫ്ലാഷിനോട് ആവശ്യപ്പെടും, ഓക്കെ ഫയർ എന്ന് പറയും. അപ്പോൾ ആ ഫയർ എന്ന് പറഞ്ഞ് ആ കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡിന്റെ 200 സമയം കൊണ്ട് മാത്രമേ അതിനെ ലൈറ്റാക്കി മാറ്റാൻ ഈ ഫ്ലാഷിന് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു കർട്ടൻ മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഹൈ സ്പീഡിലാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇന്റർവെല്ലിന് ശേഷമാണ് രണ്ടാമത്തെ കർട്ടൻ അതേപോലെ വളരെ ഫാസ്റ്റിൽ വന്നിട്ട് അടയുക. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ടൈമാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഷട്ടർ സ്പീഡ്. അപ്പോൾ ഫസ്റ്റ് കർട്ടനിൽ ഫ്ലാഷ് ഫയർ ചെയ്യാൻ വേണ്ടി കമാൻഡ് വന്നു. ഫ്ലാഷ് അത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിൻ്റെ 200 അതായത് 1/200 എന്നുള്ള ഒരു ടൈം ഡിലേ അവിടെ വരും. ആ ടൈം അതായത് ഒരു സെക്കൻഡിൽ 200 കൊണ്ട് ആ ഫ്ലാഷ് ഫയർ ചെയ്യും. ആ ഫയർ ചെയ്ത ലൈറ്റ് ഒബ്ജക്റ്റിൽ തട്ടി ക്യാമറയിൽ എത്തുന്നതിന് മുൻപേ നിങ്ങളുടെ രണ്ടാമത്തെ കർട്ടൻ വന്നിട്ട് ആ ഫ്രെയിം അടഞ്ഞു പോയാൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇരുണ്ട ഒരു ഫ്രെയിമായിരിക്കും. ഫ്ലാഷിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട സമയം 1/200 സെക്കൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് അതിലും കുറവായിരിക്കണം. നിങ്ങൾ ഒരു ഫയർ എന്ന് പറഞ്ഞു, ഫ്ലാഷിനോട് ഫയർ ചെയ്യാൻ പറഞ്ഞു, ഫയർ ചെയ്തിട്ട് ആ ലൈറ്റ് 1/200 സെക്കൻഡ്സ് അതിന് വേണം. അപ്പോൾ നിങ്ങളുടെ ഷട്ടർ സ്പീഡ് 1/200 എന്താ സംഭവിക്കുക? ഓക്കെ ആവും, അത് വർക്കൗട്ട് ആവും. കാരണം ഫ്ലാഷ് ഫയർ ചെയ്യുന്ന മൊമെന്റിൽ തന്നെ നിങ്ങളുടെ സെക്കൻഡ് കർട്ടൻ വന്നിട്ട് ഷട്ടർ അടയും. പക്ഷേ നിങ്ങളുടെ ഷട്ടർ സ്പീഡ് 1/400 ആണ് എന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് കർട്ടൻ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഫ്ലാഷിന് കമാൻഡ് കൊടുത്തു ഫയർ എന്നുള്ളത്. അപ്പോൾ അവിടെ 1/200 സെക്കൻഡ്സ് അതിൻ്റെ ടൈം അതെടുത്തിട്ട് ഫയർ ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ ഷട്ടർ സ്പീഡ് 1/400 ആണ്. വളരെ ഫാസ്റ്റാണ്, ചെറിയ ഗ്യാപ്പാണ്. അവിടെ ഫ്ലാഷ് ആലോചിച്ച് വന്ന് ലൈറ്റൊക്കെ എടുത്ത് അത് ലൈറ്റ് കത്തിച്ച് തരുമ്പോഴത്തേനും നിങ്ങളുടെ രണ്ടാമത്തെ കർട്ടൻ വന്നിട്ട് നിങ്ങളുടെ ഷട്ടർ മെക്കാനിസം അടഞ്ഞിട്ടുണ്ടാവും. ഫ്ലാഷ് ഫയർ ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ മെക്കാനിസം അടഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രം ഇരുണ്ട ചിത്രമായിരിക്കും. അതായത് ഫ്ലാഷ് ഉപയോഗിച്ചതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് അവിടെ കിട്ടില്ല. ഞാനിതൊരു അല്പം ടെക്നിക്കലി എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകിൽ വീണ്ടും കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പിലോ സൂമിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോണിലോ ബന്ധപ്പെടുക. ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം.